ജമ്മു കാശ്മീരിൽ നടന്ന അതിഹീനമായ തീവ്രവാദ ആക്രമണം ഒരു മതത്തിൻ്റെ പേരിലാണ് അത് നടന്നത്. ഒരു മതത്തിൻ്റെ അധിപൻ്റെ മഹത്വമാണ് നമ്മളിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഓർത്തത്. എന്നാൽ ജമ്മു കാശ്മീരിൽ ഈ ഭീകരകൃത്യം നടത്തിയവർ ഒരു മതത്തിൻ്റെ പേരിലാണ് അത് ചെയ്തതെങ്കിലും ആ മതത്തിന് ഈ ഭീകരകൃത്യമായിട്ട് ഒരു ബന്ധവുമില്ല. ആ മതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ, അവമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഓരോ മതത്തിൻ്റെ പേരിലും ഇങ്ങനെ അക്രമികൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ശക്തമായ ഭാഷയിൽ നാം അതിനെ അപലപിക്കേണ്ടതുണ്ട്. CPIM ഇത് സംബന്ധിച്ച് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരപ്രവർത്തനത്തെ അപലപിച്ചിട്ടുണ്ട്. ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ നടപടി എടുക്കണം. ഇപ്പോൾ മറ്റു കാര്യങ്ങൾ പറയാനോ വിമർശിക്കാനോ ഉള്ള അവസരമല്ല. രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭീകരവാദ ഭീഷണിയെ നേരിടേണ്ടതുണ്ട്. എല്ലാ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും ഏതു മതത്തിൻ്റെ ശക്തിപ്പെടുത്തലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഭീകരപ്രവർത്തനം നടത്തുന്നതെങ്കിലും മതവുമായി ഭീകരപ്രവർത്തനത്തിനൊരു ബന്ധവുമില്ല. ഭീകരപ്രവർത്തകർ ഭീകരവാദികളാണ്. എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങളെ നിരസിക്കുന്നവരാണ്. ആ നിലയിൽ ഇതിനെ കാണണം എന്നുള്ളതാണ്. ജമ്മു കാശ്മീരിലെ ഈ അതിദാരുണമായ സംഭവത്തിനിടയിൽ ഉണ്ടായ പ്രകാശത്തിൻ്റെ ചെറിയ ഒരു കീറ് എന്ന് പറയാവുന്നത് ഈ കൂട്ടക്കുരുതിക്ക് ഇരയാവുന്നവരിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ തയ്യാറായി. പക്ഷേ ഈ ഭീകരർ അയാളെ വെടിവെച്ചു. ഹിന്ദു പത്രം എഴുതിയ മുഖപ്രസംഗത്തിൽ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ലോകം ഗാസയിലെ സ്ഥിതിവിശേഷം അറിയാം. ഉക്രൈൻ യുദ്ധം തുടരുകയാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. CPIMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചർച്ച നടത്തി. ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന ശക്തികൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ ഒക്കെ ചേർന്ന വലിയൊരു പോരാട്ട നിര, ഒരു പോരാട്ട വേദി വികസിപ്പിച്ചെടുക്കണം. എന്തിനു വേണ്ടി? മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിൽ സമൂഹത്തിൽ പിളർപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS അതിനിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പല സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയത്തിലും നിർണായകമായ പങ്കുവഹിക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെ നേരിടാനെന്നുള്ള പേരിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിൻ്റെ തീവ്രവാദ സംഘടനകളും ആവിർഭവിക്കുന്നുണ്ട്. RSSന് വളരെ സന്തോഷമുണ്ടാകുന്ന കാര്യമാണത്. കാരണം ന്യൂനപക്ഷ തീവ്രവാദം വരുമ്പോൾ RSS തീവ്രവാദത്തിന് പ്രസക്തിയുണ്ട്, അതിന് ന്യായീകരണമുണ്ട് എന്ന നിലയിൽ അവർക്ക് വാദിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള തീവ്രവാദവും വർഗീയതയും സമൂഹം ഒരുമിച്ച് എതിർക്കേണ്ടതാണെന്നുള്ള കാഴ്ചപ്പാടാണ് മധുര പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണത്തിനും പല സംസ്ഥാനങ്ങളിലെയും ഭരണത്തിനും എതിരായിട്ട് അതിവിശാലമായ സമരവേദി രാഷ്ട്രീയ പാർട്ടികളെയും മതനിരപേക്ഷ ശക്തികളെയും ഗ്രൂപ്പുകളെയും ഒക്കെ ചേർത്തുകൊണ്ട് വികസിപ്പിച്ചെടുക്കണം എന്നുള്ള കടമ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. പാർട്ടിയുടെ സ്വാധീനത്തിന് പരിമിതികളുണ്ട്. പാർട്ടി സ്വാധീനത്തിൽ നിന്നുകൊണ്ട് എത്രമാത്രം ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ ആ പ്രവർത്തനം നടത്തണം. കൂടുതൽ ഫലപ്രദമായി ഇത്തരം പ്രവർത്തനം നടത്താൻ കഴിയണമെങ്കിൽ CPIMൻ്റെ സ്വതന്ത്രമായ ശക്തി, ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രമായ ശക്തി അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പം CPIMൻ്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രധാനമാണ്. അതിന് കേരളത്തിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ച, ആ ഭരണ തുടർച്ചയ്ക്കൊരു തുടർച്ച ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആലോചന വളരെയധികം പ്രധാനമാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റത്തിനായിട്ടുള്ള ഒരു അവസരമാണ്. തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്.
ഇവിടങ്ങളിലെല്ലാം CPIM-നും ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്കും നല്ല തോതിൽ മുന്നേറാൻ കഴിയേണ്ടത് ആവശ്യമാണ്. കാര്യം ഇന്ത്യയിലെ CPIM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ, സ്വാധീനം വിപുലമാക്കണമെങ്കിൽ കേരളത്തിൽ ഇന്ന് അതിനുള്ള നേതൃത്വപരമായ ഒരു സ്ഥാനം അത് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്, അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ പാർട്ടിക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ പാർട്ടി മുൻഗണനാപരമായി തീരുമാനിക്കുന്നുണ്ട്. തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് അകറ്റി നിർത്തപ്പെടുന്നവരുടെയും ഒക്കെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലുകൾ പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം പിന്തുണ അതിനുണ്ടാകണം.